ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് ഇട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യമായി നമുക്ക് വന്നിരിക്കുന്നത് പ്രിൻസസ് ഓഫ് കോയിൻസ് ആണ്. കണ്ടില്ല, ഇവിടെ പെൻഡക്കിളിന്റെ എനർജിയാണ് ഫസ്റ്റിൽ തന്നെ നമുക്ക് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഈ ഒരു പെൻഡക്കിളിന്റെ എനർജി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ്. ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ തീർച്ചയായിട്ടും മറ്റ് ചക്രാസ് ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ തുടങ്ങും. അപ്പോഴാണ് നിങ്ങളിലേക്ക് സ്നേഹം കൂടുതലായിട്ട് വരുന്നത്, മണി നിങ്ങളിലേക്ക് അട്രാക്റ്റീവായി വരുന്നത്. മനസ്സിലായി? മണിയുടെ അട്രാക്ഷൻ വരുന്നത് എപ്പോഴും സ്നേഹമുള്ളിടത്തേക്ക് മാത്രമാണ്. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, മണി നമുക്ക് ഐ ലവ് മണി, മണി ലവ്സ് മീ, ഐ ആം എ മണി മാഗ്നറ്റ്. മനസ്സിലായി? ഞാനൊരു മണി മാഗ്നറ്റ് ആണ്. ഞാൻ മണിയെ സ്വീകരിക്കുന്ന അഥവാ മണിയെ ആകർഷിക്കുന്ന അതിശക്തമായ ഒരു കാന്തമാണ് ഞാൻ. മനസ്സിലായി? ഇതാണ് നമ്മളെപ്പോഴും പറയേണ്ടത്. എപ്പോഴും നമ്മളുടെ മനസ്സിലെ ചിന്ത അതാണ്. അതുകൊണ്ട് തന്നെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ സ്നേഹം, ആ സ്നേഹം നമ്മൾ സമ്പത്തിനെ കൂടെ സ്നേഹിക്കുകയാണ് വേണ്ടത്. സമ്പത്തിനെ കുറിച്ച് വല്ലാത്ത ഒരു ചിന്ത ഒന്നും മനസ്സിൽ പാടില്ല. വളരെയധികം സ്നേഹമായിട്ട് വേണം നമ്മൾ സാമ്പത്തികത്തെ സ്വീകരിക്കാൻ. മനസ്സിലായോ? ഹൃദയം കൊണ്ട് നമ്മൾ സ്നേഹം കൊടുക്കുകയാണ് വേണ്ടത്. സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ കൊടുത്ത് വേണം സമ്പത്തിനെ നിലനിർത്താൻ. സമ്പത്തിനെ നമുക്ക് സ്വീകരിക്കാനും അതേപോലെയുള്ള ഒരു സ്നേഹം ഉണ്ടായിരിക്കണം. ലവ് ചെയ്യണം, സാമ്പത്തികത്തിനെ ലവ് ചെയ്യണം. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴെന്താണ്, വളരെയധികം സ്നേഹത്തോടും അനുകമ്പയോടും കൂടി കൊടുക്കുക. ഹൃദയത്തിന്റെ ഭിത്തികളൊന്ന് ആർദ്രമാകണം. അതാണ് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുന്നത് തന്നെ. അപ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു വൈബ്രേഷൻ യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവുന്നത്. ഈ നമ്മൾ കൊടുക്കുന്നത് അതിനിരട്ടിയായിട്ട് എവിടെ നിന്നെങ്കിലും ഒക്കെ നമ്മളിലേക്ക് വന്നു ചേരും, അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് നിങ്ങൾ എല്ലായ്പ്പോഴും ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ, എന്തെങ്കിലും ഒരു പൈസയെങ്കിലും നിങ്ങൾ കൊടുക്കുമ്പോൾ, അത് തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് നന്ദി പറയുക. അത് വളരെയധികം സ്നേഹത്തോടു കൂടി അത് കൊടുക്കുന്നതിന്, അത് കിട്ടുന്ന ആളിന് അത് പ്രയോജനപ്പെടത്തക്ക വിധത്തിൽ വേണം നിങ്ങൾ കൊടുക്കാൻ. എന്നിട്ട് ആരോടും വിളിച്ചു പറയാനും ഒന്നും പോകാൻ പാടില്ല. മനസ്സിലായി? നിങ്ങളുടെ സന്മനസ്സോടുകൂടി കൊടുക്കുക. അപ്പോൾ മാത്രമാണ് അത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും സ്വീകരിക്കാൻ പറ്റും. വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് സാമ്പത്തികം ആകർഷിച്ചു വന്നോളും. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പ്രിൻസസ് ഓഫ് കോയിൻസ് ആണ്. ഇവിടെ സാമ്പത്തികത്തിന് വേണ്ടി നോക്കിയിരിക്കുന്ന എനർജിയാണ്. ഇവിടെ ഒരുപാട് സ്നേഹമുണ്ട്. നല്ലൊരു ഹീലിംഗിന്റെ എനർജിയാണ് ഇവിടെ. നല്ലൊരു ഹീലർ ആവാൻ നിങ്ങൾക്ക് നല്ലൊരു ഹീലർ ആവാൻ കഴിവുണ്ട്. അങ്ങനെ നല്ലൊരു ഹീലർ ആവാൻ കഴിവുള്ള ഒരു വ്യക്തിയിലേക്കാണ് കൂടുതലായിട്ടും സാമ്പത്തികം വന്നു ചേരുന്നത്. മനസ്സിലായോ? നല്ല രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയുക. അതുപോലെ തന്നെ ഉള്ളിലൊന്നും ദുഷ്ടത വെച്ച് പുലർത്താതെ, അസൂയ, കുശുമ്പ്, മറ്റുള്ള ഒരു അഥവാ വികാരങ്ങളും പാടില്ല. അങ്ങനെ ഒരു വ്യക്തിയോട് നിങ്ങൾ പെരുമാറുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വികാരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളപ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് സാമ്പത്തികം ആകർഷിച്ചു വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ അത് നോക്കിയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അത് സ്വീകരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളിലേക്ക് ചില ജോലി സാധ്യതകൾ ഉണ്ടാകുന്നതായിട്ട് വരുന്നുണ്ട്. ഏതെങ്കിലും ചിലപ്പോൾ ജോലിക്ക് നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ സാമ്പത്തികമായ വരുമാന മാർഗങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പെൻഡക്കിൾ എർത്ത് സൈൻ ആണ്, ടോറസ്, വർഗ്ഗ, ക്യാപ്രിക്കോൺ എനർജി. അടുത്തായിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. എന്തോ നിങ്ങൾ നല്ലതുപോലെ ആവേശത്തോടു കൂടി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് എന്തോ എനർജി വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരാം. അതുമല്ലെങ്കിൽ ചില സാഹചര്യം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന സാഹചര്യമായിരിക്കണം. ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടോ അവിചാരിതമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, എന്തോ ഇവിടെ ആവേശഭരിതമായിട്ടുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്.
നിങ്ങൾ അതുപോലെ തന്നെ വളരെയധികം കോൺഫിഡൻസോടുകൂടി ഏതെങ്കിലും കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് നിങ്ങൾക്ക് ഒരു സക്സസ് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അല്ല എങ്കിൽ ആരുടെയെങ്കിലും സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അഥവാ നിങ്ങൾ മറ്റേതെങ്കിലും കാര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനായിട്ടൊരു മറുപടി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നതായിരിക്കും, അതിനൊരു റിപ്ലൈ കിട്ടുന്നതായിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ പ്രിൻസസ് ഓഫ് വാൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് ഈ വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സമൂഹത്തിൽ ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് വരാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസം കുറച്ച് അധികം എനർജിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ, അതായത് പോസിറ്റീവ് എനർജിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കാൻ സാധിക്കുന്നു, തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ ഇന്ന് നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. മറ്റുള്ളവർ നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെയോ ചില മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഉയർച്ച വരാം. അതുമല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നിങ്ങളെ ഒരു നല്ല ഒരു വ്യക്തിയായിട്ട് കരുതാനുള്ള എനർജി, അല്ലെങ്കിൽ ഒരു ദൈവികമായ എനർജിയുള്ള ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ഒരു വ്യക്തിയായിട്ട് മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്ന എനർജി ആവാം. അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നു. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കാൻ സാധിക്കുന്നു. എങ്ങനെയൊക്കെ ആയാലും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപന്തിയിലേക്ക് വരാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതുവരെ ഇല്ലാതിരുന്ന ചില പ്രത്യേകതകൾ, ഇതുവരെ ഇല്ലാതിരുന്ന ഒരു തരത്തിലുള്ള കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എംപ്രസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് കോയിൻസ് വന്നിട്ടുണ്ട്. ഹൈ പ്രീസ്റ്റസ് എനർജി വന്നിട്ടുണ്ട്. എംപ്രസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാൻ സാധിക്കുന്നു. മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ഇരട്ടിയായിട്ട് ഇവിടെ തിരിച്ചു കിട്ടുന്ന എനർജി ഉണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് ഐശ്വര്യം വരാം, സമൃദ്ധി വരാം. മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യാനുള്ള, മറ്റുള്ളവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാനുള്ള എനർജി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു. അവരിൽ നിന്നും കുറെ ഉയർന്ന തരത്തിലുള്ള എനർജി നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയായിട്ട് മറ്റുള്ളവർ നിങ്ങളെ കരുതുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. എംപ്രസ് എന്ന് പറയുമ്പോൾ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയാണ്, നല്ല ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ദൈവാനുഗ്രഹത്തോടുകൂടി മറ്റുള്ളവരോട് പെരുമാറാനും, അല്ല എങ്കിൽ ഇന്ന് നല്ല എനർജിയിൽ നിലനിൽക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു, സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഐശ്വര്യം വരുന്ന ഒരു സമയം. ചിലപ്പോൾ സാമ്പത്തികം ധാരാളമായിട്ട് വരാം, അല്ലെങ്കിൽ വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് ഇത് ലഭിക്കാനോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളെ കാണാൻ വരാം, നിങ്ങളിലേക്ക് സ്നേഹം തരാനോ അഥവാ നോ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളിലേക്ക് വരാനോ ഒക്കെയുള്ള സാധ്യതയാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. അതുപോലെ ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ്, സ്നേഹമാണ് കൂടുതലും, സ്നേഹത്തിന്റെ ഒരു എനർജിയാണ് ഇവിടെ കൂടുതലായിട്ടും വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഈ സ്നേഹമാണ് മറ്റുള്ളവരിൽ നിന്നും നിങ്ങളെ കൂടുതലായിട്ടും ആകർഷിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളിൽ നിന്നും അവർ ആകർഷിക്കപ്പെടുന്നു, അവരിൽ നിങ്ങൾക്കും ആകർഷിക്കപ്പെടാനുള്ള ഒരു സാധ്യതയാണ് ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ചയിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ കിങ് ഓഫ് കോയിൻസിന്റെ എനർജിയാണ്. കിങ് ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കുന്ന എനർജിയാണ്. മനസ്സിലായി, നിങ്ങൾക്ക് സമ്പത്തിൻ്റെതായ ഒരു രാജാവാകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സമ്പത്തിന്റെ രാജാവാകുക എന്ന് പറയുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒക്കെ ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുള്ള എനർജിയാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ജോലി ചെയ്ത സാമ്പത്തികം നിങ്ങൾക്ക് ഒന്നിച്ച് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എവിടെ നിന്നെങ്കിലും ചിലപ്പോൾ ലോട്ടറിയിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുള്ള എനർജിയാണ്. പെന്റക്കിൾ എർത്ത് സൈനാണ് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ഈ ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മറ്റുള്ളവർ നിങ്ങളിലേക്ക്
സഹായം അഭ്യർത്ഥിച്ചു വരുന്നത് നിങ്ങൾക്ക് അവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് വേണമെങ്കിൽ ഇവിടെ പറയാൻ പറ്റും. അതുപോലെ തന്നെ ചില മാറ്റങ്ങളിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. നിങ്ങൾ കുറെ കൂടി അബണ്ടന്റ് ആവാൻ പോകുന്നു എന്നുള്ള എനർജി ഇവിടെയുണ്ട്. കുറച്ചുകൂടി ഒരു കിങ് കോയിൻസ് അല്ലേ, അപ്പോൾ ഒരു കിങ്ങിന്റെ പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. അതായത് കുറച്ചുകൂടി ഉയർച്ചയിലേക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ഒക്കെയുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഇന്നുണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ അതുപോലെ തന്നെ ഈ ഒരു പദവിയിൽ കാണാൻ തുടങ്ങുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. അതുപോലെ അടുത്തതായിട്ട് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. നിങ്ങൾക്ക് നല്ല ഇൻറ്റ്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ഇൻറ്റ്യൂട്ടീവ് ആകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് ദൈവാനുഗ്രഹമുള്ള എനർജിയാണ്. ഇവിടെയും ഒരു ഡിവൈൻ ഫെമിനിൻ എനർജി ഉണ്ട്. ഒത്തിരി പേർക്ക് ഗൈഡൻസ് കൊടുത്ത് മുന്നോട്ട് നയിക്കാനുള്ള ഒരു എനർജി. മനസ്സിലായി? നിങ്ങളുടെ ഉൾവെളിച്ചത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. പല ചോദ്യങ്ങൾക്കും ഉള്ളിൽ നിന്ന് തന്നെ മറുപടി ലഭിക്കുന്നു. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇന്നത്തെ ദിവസം കാണാൻ കഴിയുന്നത്. ആരിൽ നിന്നും ഒരു ഗൈഡൻസും വാങ്ങാതെ അല്ലെങ്കിൽ ആരിൽ നിന്നും ഒരു ഉപദേശവും സ്വീകരിക്കാതെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിലനിൽക്കാൻ സാധിക്കുന്നു. അതുപോലെ നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ്. ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് സമൃദ്ധിയും ഐശ്വര്യവും വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ജോലി കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു ഉയർച്ച വരാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ടെൻ ഓഫ് സോഡിന്റെ എനർജിയാണ്. ടെൻ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആരോ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ. സാമ്പത്തിക കാര്യങ്ങളാവാം, അല്ലെങ്കിൽ പ്രണയം നടിച്ച് ചീറ്റ് ചെയ്യാം. മനസ്സിലായോ? എന്തായാലും ശരി, 10 അല്ലേ വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നുണ്ട്. നിങ്ങൾക്കിവിടെ പ്രകാശം വരുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പ്രകാശത്തിലേക്ക് പോകാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്രമാത്രം വലിയൊരു പരാജയത്തിൽ നിന്നും വളരെ വലിയൊരു ഉയർച്ചയിലേക്കാണ് നിങ്ങൾ ഇനി പോകാൻ തുടങ്ങുന്നത് എന്ന് കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസം ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ചില പുതിയ തുടക്കത്തിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ സ്വയം വിചാരിക്കും, എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല, പക്ഷെ ദൈവം എന്നെ കൈവിട്ടിട്ടില്ല, എനിക്ക് ഇത്രയൊക്കെ നേടാൻ സാധിക്കുന്നുണ്ട്, എനിക്ക് നല്ലൊരു വഴിയിലേക്ക് വരാനുള്ള എനർജി ഉണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ ഇന്ന് സ്വയം വിചാരിക്കുന്നതും യൂണിവേഴ്സിന് നന്ദി പറയുന്നതുമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് സമൃദ്ധി വരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമൃദ്ധി വരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഏസ് ഓഫ് വാൺസിന്റെയാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഏസ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് വളരെയധികം ആവേശത്തോടുകൂടി എന്തോ ഒരു കാര്യം തുടങ്ങി വെക്കാനുള്ള ആഗ്രഹമായിരിക്കണം. അല്ലെങ്കിൽ തുടങ്ങി വെക്കുന്ന കാര്യം നിങ്ങൾക്ക് സക്സസിലേക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തികമായ വരുമാനം നിങ്ങളിലേക്ക് ഇന്ന് ചിലപ്പോൾ കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയോ ചില വരുമാന മാർഗങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെയോ തുടക്കം, ചിലപ്പോൾ പുതിയ ജോലി ലഭിക്കാനാവാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്കത് നേടാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ ശമ്പളം ലഭിക്കാനുള്ള എനർജി ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ചിലപ്പോൾ ചില പുതിയ കമ്മിറ്റ്മെന്റിലേക്ക് നീങ്ങുന്നതാവാം. ഏസല്ലേ ഇവിടെ പുതിയൊരു തുടക്കത്തിൻ്റെതായ എനർജിയാണ്. പെന്റക്കിൾ, എർത്ത് സൈൻ, ടോറസ്, വർഗോ, കാപ്രിക്കോൺ എനർജി, സാമ്പത്തികത്തിൻ്റെതായ എനർജി കൂടുതലായിട്ടും വന്നിരിക്കുന്നു. ഇനി അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമാകാം. ചിലപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു വെളിച്ചത്തിലേക്ക് പോകുന്ന എനർജിയാണ്, സണ്ണിന്റെ എനർജിയാണ് ഇവിടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും ഒരു മറുപടി കിട്ടുന്നതാവാം. അതുമല്ല എങ്കിൽ എന്തെങ്കിലും നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതുമാകാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് തുടങ്ങി വയ്ക്കുന്നതും ആവാം. നല്ലൊരു തുടക്കത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ കാണുന്നത്.
3 ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 6 ഓഫ് പെന്റക്കിൾസ്, 3 ഓഫ് സോഡ്. 3 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിഞ്ഞുപോയ എന്തോ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോഴും ദുഃഖം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞുപോയ കാര്യത്തിൽ ദുഃഖം അനുഭവിച്ച് വീണ്ടും വീണ്ടും ആ ഒരു എനർജി നെഗറ്റീവായിട്ട് കൊണ്ടു നടക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. മനസ്സിലായി? നിങ്ങൾ പുതിയ പുതിയ സന്തോഷങ്ങളിലേക്ക് വരൂ, സന്തോഷം കണ്ടെത്തൂ. ഇവിടെ സന്തോഷം കണ്ടെത്തുന്ന എനർജിയാണ്, കണ്ടില്ലേ? 3 ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ സന്തോഷം കണ്ടെത്തുന്ന എനർജി വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ സന്തോഷത്തോടുകൂടി പങ്കെടുക്കാൻ സാധിക്കുന്നു. അതുമല്ല എങ്കിൽ ആരെങ്കിലും ഒക്കെ നിങ്ങളെ ചില കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നതാവാം, ചില ബർത്ത്ഡേക്ക് പങ്കെടുക്കുന്നതാവാം. അതുമല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ സന്തോഷം അനുഭവിക്കാം. പുതിയ വീട് വാങ്ങുകയോ അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കുകയോ, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല വിവാഹത്തിൻ്റെതായ പ്രപ്പോസലുകൾ വരികയോ, ഇഷ്ടമുള്ള വ്യക്തിയെ കണ്ടുമുട്ടുകയോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു സാഹചര്യം ഒക്കെ നിങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇന്ന് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ. സാമ്പത്തികപരമായ ഒരു അഭിവൃദ്ധി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആർക്കെങ്കിലും ഒക്കെ സംഭവിക്കാം. എല്ലാവർക്കും ഇപ്പോൾ ഇത് ലഭിക്കണമെന്നൊന്നുമില്ലല്ലേ. റീഡിങ് കണ്ടിട്ട് നിങ്ങൾ പറയും ഒരുപാട് കാലം കൊണ്ട് റീഡിങ് കാണുന്നു, പക്ഷെ ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മളിവിടെ റീഡിങ് കാണുന്നത് കേട്ടോ. അത് വിചാരിക്കണം. നിങ്ങളിത് കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക. ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഗൈഡൻസ് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് ഉതകുന്ന തരത്തിൽ ഉണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ സ്വീകരിക്കുക. അതിനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് ഒന്ന് നോക്കാവേ. ബി അസർട്ടീവ്. കണ്ടില്ലേ? ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കൂ. ഒന്നിലും ഒരു നിരാശ പാടില്ല. ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കൂ എന്നുള്ളതാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. കണ്ടില്ലേ? അത്തരത്തിലുള്ള നിരാശയുടെ കാര്യമില്ല നിങ്ങളുടെ ഉള്ളിൽ. റീഡിങ് കണ്ടിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് ആരും നിരാശപ്പെടാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കൂ. നിങ്ങളിലേക്ക് എപ്പോൾ വരണം, എന്തു വരണം എന്ന് യൂണിവേഴ്സ് തീരുമാനിക്കും. പിന്നെ നിങ്ങൾ കൂടി അതിനായിട്ട് എഫർട്ട് എടുക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളും സാധ്യമായി കിട്ടും. അത് അല്പം താമസിച്ചാലും നിങ്ങൾക്ക് വരേണ്ടത് നിങ്ങൾക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്കൊരു ശുഭാപ്തി വിശ്വാസം വേണം. മനസ്സിന് നല്ലൊരു വിശ്വാസം കൊടുക്കണം. അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ വേണമെങ്കിൽ അത് നമുക്ക് മറ്റാരും കൊണ്ട് തരുന്നതല്ല, നമ്മൾ സ്വയം നേടിയെടുക്കുന്നതാണ്. നമുക്ക് ചില ഉറച്ച വിശ്വാസങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ്. അപ്പൊ അത് നിങ്ങൾ നിലനിർത്തുക. മനസ്സിലായോ? അത് നിങ്ങൾ നിലനിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും നേടാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കാവുന്നതാണ്. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കും. നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി കിട്ടാതിരിക്കില്ല. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാവുന്നതാണ് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല എന്ന് യെസ് എന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകും എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. ഡോണ്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഡോണ്ട് സ്റ്റോപ്പ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചില കാര്യങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ തുടങ്ങി വെക്കുക. അത് ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും ജോലിയിലേക്ക് പോകാനായിട്ട് എന്തെങ്കിലും വരുമാന മാർഗം ഉണ്ടാകാൻ വേണ്ടി ചില കാര്യങ്ങൾ തുടങ്ങി വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ ആ കോൺഫിഡൻസ് കുറവ് കൊണ്ട് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് ബാധിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ അതങ്ങ് നിർത്തിവെക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ച ഏത് കാര്യത്തിന് നിങ്ങൾ മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ചോ. നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുക. അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അതിനെ അവിടെ നിർത്തണ്ട. നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയിക്കൊള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഡോണ്ട് സ്റ്റോപ്പ്. നിർത്താൻ പാടില്ല. കണ്ടോ? അങ്ങനെയാണ് ഏഞ്ചൽസ് പറയുന്നത്. അതുപോലെ ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെയാണ് നിങ്ങളിലേക്ക് അവസരങ്ങൾ വരുന്നത്. ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരും.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാം. പല വിധത്തിലുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും. ജോലിക്കാര്യങ്ങൾക്കാണോ മറ്റേത് കാര്യത്തിനാണ് നിങ്ങൾ അവസരത്തെ തേടിയിരിക്കുന്നത്, അത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരും. അത് തന്നെയല്ലേ നമ്മൾ കുറച്ചു നേരം മുൻപേ പറഞ്ഞത് തന്നെ അതാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട. ഇത്തരത്തിലുള്ള അവസരങ്ങൾ, സാമ്പത്തികത്തിനുള്ള അവസരം, ജോലിക്കാര്യങ്ങളിലേക്കുള്ള അവസരം, വിവാഹ കാര്യങ്ങളിലേക്കുള്ള അവസരം, മറ്റ് നല്ല വ്യക്തികൾ വന്നു ചേരാനുള്ള അവസരങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യൂ എന്ന്. മനസ്സിലായി? മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കാണാതിരിക്കില്ല. ഉടനെ കണ്ടില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാലെങ്കിലും കാണും. അപ്പോൾ തന്നെ അതിന് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.